2 മാസം മുമ്പോട്ട് തന്നെ ഒരാളെന്നോട് പറഞ്ഞു തുടങ്ങി, ചീക്കക്കടയിലെ ചേട്ടൻ വരുമ്പോൾ എനിക്ക് ഇച്ചിരി അച്ചാർ കൊടുത്തു വിടുമോ, അച്ചാർ കൊടുത്തു വിടുമോ. അങ്ങനെ നാളെയാണ് ചീക്കക്കടയിലെ ചേട്ടൻ പോകുന്നത്. ഒന്നും നോക്കിയില്ല, രാത്രി തന്നെ അച്ചാറുണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി. അപ്പം മീനച്ചാറൊന്നും അല്ല കേട്ടോ, മഴയൊക്കെ ആയതുകൊണ്ട് മീനിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ട് കാരണം ഞാൻ നമ്മുടെ മാങ്ങയും ക്യാരറ്റും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നീളത്തി അരിഞ്ഞിട്ട് ഒരു കൊച്ചച്ചാർ യൂട്യൂബ് നോക്കി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം നല്ലെണ്ണയ്ക്കകത്ത് വാട്ടിയെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതിനകത്തിട്ട് നമ്മുടെ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്ത്, വിനാഗിരി ഒരു തിള വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മുടെ ക്യാരറ്റ് കൂടി ഇട്ട് അങ്ങോട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത്, ക്യാരറ്റ് ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളതിനകത്തോട്ട് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് നമ്മുടെ അച്ചാർ റെഡിയായി. പക്ഷേ ഇത് ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞില്ലേ, കാരണം പുള്ളിക്കാരന് സർപ്രൈസായിട്ട് കൊടുത്തു വിടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പുള്ളി വിചാരിച്ചിരിക്കുന്ന വല്ല മീനച്ചാറും ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എനിക്ക് മീനച്ചാറ് കൊടുത്തു വിടാനായിരുന്നു ആഗ്രഹം. പക്ഷേ എങ്കിൽ മീൻ കിട്ടാതെ പോയതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ഈ അച്ചാർ കൊടുത്തു വിടാമെന്ന് വിചാരിച്ച്. ഇത് മാത്രമല്ല കേട്ടോ, നല്ല പഴുത്ത മാങ്ങയും പിന്നെ കുറച്ച് സ്നാക്സും എല്ലാം കൊടുത്തു വിടുന്നുണ്ട്. അതിൻ്റെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പഴുത്ത ചക്കയുടെ മണം വന്നു. അന്ന് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്ന ചക്കയായിരുന്നു. മധുരക്കുറവായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ചക്ക വരട്ടാന്ന്. അങ്ങനെ വേഗം അതിനുള്ള പരിപാടിയായി. ചക്കയെല്ലാം ഞങ്ങൾ രണ്ടുപേരോടെ ഒളിപ്പിച്ചെടുത്തിട്ട് തേങ്ങയും തിരുമ്മി അതിനകത്ത് പിന്നെ കുറച്ച് ഉണക്കമുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, ഏലക്ക എല്ലാം ഇട്ട് ശർക്കര പാനിയാക്കി നമ്മുടെ ചക്ക അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. പക്ഷെ വെള്ളം പാനിയാക്കാൻ വെച്ചപ്പോൾ വെള്ളം ഇച്ചിരി കൂടിപ്പോയായിരുന്നു. ഒരു 10-20 മിനിറ്റ് ഇരുന്നതിന് ശേഷം അതൊന്ന് വറ്റിക്കിട്ടി. ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ കുതിർത്ത് അതിനകത്ത് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ കുറേ നേരത്തെ തിളപ്പിന് ശേഷം നമ്മുടെ ചക്ക അതോടെ കുറുകി വന്നു. പിന്നെ ഞാൻ അതിനകത്തോട്ട് കുറച്ച് തേങ്ങയും നമ്മുടെ ഏലക്കയും മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും എല്ലാം അതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് 1 മണിക്കൂർ തിളപ്പിച്ചെടുത്തു. 1 മണിക്കൂർ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എങ്കിൽ വെള്ളം കൂടിപ്പോയതുകൊണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത്. നല്ല മണമായിരുന്നു ആ തിളവന്ന സമയത്തെല്ലാം അവിടെ മുഴുവനും. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നന്നായിട്ട് കുറുകി വന്നായിരുന്നു. പിന്നെ ഞാനത് പ്ലേറ്റിനകത്തോട്ട് മാറ്റി മോൾക്കും ഞാനുമായിട്ട് കഴിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മണമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ ഇടയ്ക്കൊന്നും ഇങ്ങനെ ചക്ക കഴിച്ചിട്ടില്ലേ, വർഷങ്ങൾക്ക് ശേഷം തന്നെ കഴിക്കുന്നതെന്ന് തന്നെ പറയാം. അങ്ങനെ രാത്രി നമ്മൾ ചക്കയുടെയൊക്കെ കഴിച്ച് കിടക്കാനായിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ചാനൽ കാണുന്ന എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും